ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കറന്റ് ഇപ്പൊ രണ്ടാൾക്കാരാണ് ഉള്ളത്. നിങ്ങളിപ്പോ എന്താണ് ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്താണ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാം. ജസ്റ്റ് ബ്രീഫ് തരണം. ടെക്സ്റ്റ് ആക്കിയിട്ട് ഇതിൽ ടെക്സ്റ്റിൽ അറിയിച്ചാൽ മതി കാര്യങ്ങൾ. ട്രേഡിംഗ് ചെയ്യുന്നുണ്ടോ, നിലവിൽ ഏതാണ് മാർക്കറ്റ്, ഏതാണ്? നിലവിൽ ഞാൻ മ്യൂച്വൽ ഫണ്ടാണ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിലാണ്, സ്റ്റോക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, എത്രയായി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത്? ഇപ്പൊ ഏകദേശം ഒരു 3-4 years ആയി. 3-4 years ആയി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത്. ഓക്കെ, നിലവിൽ ഇപ്പം ഏതാണ് സോഫ്റ്റ്വെയർ ഏതാണ് ഉപയോഗിക്കുന്നത്? ഗ്രോയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 4 years ആയി ഇപ്പൊ ചെയ്യുന്നത് അല്ലേ? അതെ, 4 years. 4 years ആവണം. 3.5 ആവട്ടെ. ഓക്കെ, 3.5 ആയി ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു കമ്പനിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മളൊരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ഇന്റർനാഷണൽ ട്രേഡിംഗിന്റെ ടൂൾസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേമാണ്. ഇപ്പൊ നമ്മളിത് റീസെന്റായിട്ട് നമ്മളിപ്പോ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. അതായത് മേജർ ആയിട്ടുള്ള പ്രശ്നമാണ് ഒരു മാർക്കറ്റിന്റെ എൻട്രി. ഒരു 95% അൽഗോ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഒരു 5% മാത്രമാണ് ഒരു ഹ്യൂമൻ ഇതിലേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. മാർക്കറ്റിൽ അനാലിസിസ് കാര്യങ്ങൾ ചെയ്ത് ഒരു എൻട്രി എവിടെയാണ്, എക്സിറ്റ് എവിടെ സെറ്റ് ചെയ്യണം, ടാർഗറ്റ് എവിടെയൊക്കെ ടാർഗറ്റ് കീപ്പ് ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ ടൂൾ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഈ കാണുന്നതാണ് ഇപ്പം നിഫ്റ്റിയിലാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ടൂൾ സിസ്റ്റം വരുന്നത്. ഇന്നലെ നിഫ്റ്റി ഏകദേശം ക്ലോസിംഗ് ഉണ്ടായത് ഈ ഒരു സോണിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. ഇവിടെയാണ് ഇന്നലെ ക്ലോസ് ആയത് മാർക്കറ്റ്. അപ്പൊ ഇന്നലെ രാത്രിയുടെ സെക്ഷനിൽ ഉണ്ടായ ആൾക്കറിയാം. അതായത് നമ്മൾ അതിന്റെ റെക്കോർഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്, അയച്ചു തരാം. അതായത് ഇവിടെയാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ഉണ്ടായത്. ഇപ്പൊ ഇവിടുന്ന് ഓൾറെഡി ഇന്നലെ പുറത്തുണ്ടായിരുന്നു. അവിടുന്ന് നെക്സ്റ്റ് ഒരു എൻട്രി വരണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ഇനി ഒരു എൻട്രി. ഓക്കെ, ഇനി ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, അതല്ല ബിയറിഷ് ആണെങ്കിൽ ബിയറിഷ്. നെക്സ്റ്റ് ഒരു എൻട്രി വരണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവണം, ഈ ട്രേഡ് കംപ്ലീറ്റ് ആവണം. ഇപ്പൊ നിലവിൽ ഈ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എൻട്രി സെറ്റ് ചെയ്തില്ല, ഏത് മാർക്കറ്റ് ചൂസ് ചെയ്യാം. അതായത് ഇതിലുള്ള ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ബാക്ക് എൻഡിൽ അതിന്റെ അൽഗോ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അതിലുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്, എൻട്രീസ് എവിടെയാണ് ഉള്ളത് നമുക്കത് സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഉള്ളത് റിലയൻസിൻ്റെതാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ റിലയൻസിന്റെ ഒരു ചാർട്ട് എടുത്തതാണ്. ഇതിലിപ്പോൾ ഓൾറെഡി ഓക്കെ TP2 വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൺഫർമേഷൻ നോക്കുന്ന സമയം, അതായത് ചെറിയ രീതിയിൽ ബിയറിഷ് മാർക്കറ്റിൽ എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ തിരിയും. കറന്റ് മാർക്കറ്റ് 50-50 ആണ്. ബിയറിഷ് ഒന്ന് ബുള്ളിഷാണ്, ബിയറിഷാണ് കറന്റ് മാർക്കറ്റ്. അപ്പൊ ഇതിന്റെ ഒരു കൺഫർമേഷൻ ബോക്സ് ആണ്, നമ്മൾ പഠിക്കാനുള്ള കുറച്ച് കൺഫർമേഷൻ ബോക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് ഏത് ചൂസ് ചെയ്യുക, എൻട്രി കാര്യങ്ങളൊക്കെ നമ്മുടെ ടൂള് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, സെറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ആ ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ മാത്രം ഞാൻ ഇപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ്, ഒരു ഓവർവ്യൂ തന്നതാണ്. ഇനി നിങ്ങളിലുള്ള ഡൗട്ട്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ബെറ്റർ ആക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും. അപ്പോ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാനുള്ള ഡൗട്ട്സ് എന്താണ്, നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടാവും, കുറെ പോയിന്റുകൾ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓപ്പൺ ആക്കുക, കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പൊ ഇതിൽ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഏതിലാ വർക്ക് ചെയ്യുന്നതാണോ? അല്ല, സോഫ്റ്റ്വെയർ നമ്മളിപ്പോ എങ്ങനെ ട്രേഡ് ഇപ്പൊ എങ്ങനെ ചെയ്യാം? അതായത് സോഫ്റ്റ്വെയർ ചെയ്ത് തരുന്ന ട്രേഡിംഗ് വ്യൂ അറിയാമായിരിക്കുമല്ലോ. ട്രേഡിംഗ് വ്യൂ അറിയാം. ട്രേഡിംഗ് വ്യൂവിലാണ് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് തരുന്നത്. ട്രേഡിംഗ് വ്യൂ ഇപ്പൊ കാണുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ട്രേഡിംഗ് വ്യൂവിൽ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് തന്നാൽ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്.
നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളെ ഇത് ഏതാണ് അതിൽ നിങ്ങളെ ഇതെടുത്ത് കഴിഞ്ഞ സ്റ്റോക്കിന്റെ ഇതെടുത്ത് കഴിഞ്ഞാല് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം നമുക്ക് എന്താവും എൻട്രി കാര്യങ്ങളൊക്കെ ആ സമയത്തുള്ള എൻട്രീസ് നല്ല എൻട്രീസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇട്ടിട്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഇപ്പൊ നിഫ്റ്റിന്റെ അടുത്ത് വേറെ മാർക്കറ്റ് ഇപ്പൊ സ്റ്റോക്കിൽ വേറെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാല് നിങ്ങള് സ്റ്റോക്കില് നിങ്ങൾ ഇത് ഏതാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന നിങ്ങൾ നോക്കുന്ന മാർക്കറ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാല് അതിലെന്നാക്കും കാര്യങ്ങൾ വരും. ജസ്റ്റ് ഏതൊരു പേര് പറയാം. അപ്പോ HDFC ആയിക്കോട്ടെ, ഇപ്പൊ ഇവിടെ കണ്ടോ, ഇത് HDFCന്റെ ആണ്. ഇപ്പൊ ഇവരുടെ എൻട്രി കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു എൻട്രി തന്നിട്ടുണ്ട്, നമ്മള് ടൂൾ ഒരു എൻട്രി തന്നിട്ടുണ്ട്. പക്ഷെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ബോക്സ് ആണ് കൺഫർമേഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പോ കറന്റ് മാർക്കറ്റ് എപ്പോഴും ബുള്ളിഷിലേക്ക് എൻട്രി ആണ്. കറന്റ് മാർക്കറ്റ് എപ്പോഴും രണ്ടും ബുള്ളിഷിലേക്ക് വരണം. ബാക്കി ഇവിടെ അതായത് ഈ മേജർ ഏരിയ മുഴുവൻ എന്താകും ബുള്ളിഷിലേക്ക് വരും. ഇത് 50-50 ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ മാത്രമേ നമുക്ക് ഈ സംഭവം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുള്ളൂ അല്ലേ? ട്രേഡിംഗ് വ്യൂ ത്രൂ നിങ്ങളെ ബ്രോക്കർ ഏതാണ് അതിലേക്ക് ഡയറക്റ്റ് ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് തന്നെ ആയിട്ട് അത് എൻട്രി എടുക്കും. അതായത് എൻട്രി മാത്രം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതിൽ എൻട്രി മാത്രമേ നിങ്ങൾ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണ്ടു. ഇവിടെ കിട്ടുന്ന എൻട്രി നിങ്ങളെ ബ്രോക്കറിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ഇത് പറയാനുള്ള റീസൺ കംപ്ലീറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ലോകത്തില്ല. അങ്ങനത്തെ സിസ്റ്റം ഇല്ല. അതായത് നമ്മൾ ഓൾറെഡി ഒരു 5 കൊല്ലം ഓൾറെഡി ഒരു 6-7 കൊല്ലമായി നമ്മൾ ഈ ഫീൽഡിൽ ട്രേഡിംഗിന്റെ ടൂൾ ഡെവലപ്പ് ചെയ്ത ഫീൽഡിൽ നമ്മൾ ഓൾറെഡി ബോട്ടൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ബോട്ട് കാര്യങ്ങളുണ്ട് ഡെവലപ്പ്. പക്ഷെ ഇതിൽ കാണുന്ന ഒരു ബ്രോക്കറും ബോട്ടിനെ അലോക്കേറ്റ് ചെയ്യൂല. തേർഡ് പാർട്ടി സിസ്റ്റം അലോക്കേറ്റ് ചെയ്യൂല. 2 റീസൺ ആണ്. ഒന്ന്, ബുക്ക് ബ്രോക്കേഴ്സ് ആരും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിന് അതിന്റെ ഉള്ളിലേക്ക് അലോക്കേറ്റ് ചെയ്യൂല. ബുക്ക് ബ്രോക്കേഴ്സ് ചെയ്യും. പക്ഷെ ഈ രണ്ട് തമ്മിൽ വ്യത്യാസം, ബുക്ക് ബ്രോക്കേഴ്സിന്റെ കയ്യിൽ മാത്രമേ റിയൽ ഡാറ്റാസ് ഉള്ളൂ. ബുക്ക് ബ്രോക്കേഴ്സ് കാണിക്കുന്നത് ഫേക്ക് ഡാറ്റയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ബുക്ക് ബ്രോക്കേഴ്സ് മാത്രമാണ് നിലവിൽ ഓക്കെ. നിങ്ങളിപ്പോ ഓക്കെ ദാൻ എന്ന് പറയുന്നതൊക്കെ വലിയ നല്ല കമ്പനിയാണ്, വലിയ കമ്പനിയാണ്. ഇത് വലിയ കമ്പനിയാണ്. ഇത് സ്റ്റോക്ക് ചെയ്ത് ഗ്രോ ചെയ്ത് ഇതിലൊന്നും ബോട്ടിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റൂല. നീ എത്ര നോക്കി കഴിഞ്ഞാലും API കണക്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം ബാങ്കില് നമുക്കൊരു തേർഡ് പാർട്ടി ഒരു ബോട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സെക്യൂരിറ്റി ആണ്. അതായത് എപ്പോഴും ഡാറ്റ റിയൽ ഡാറ്റ ഉള്ളിടത്ത് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പം അത് നമുക്ക് ബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. അങ്ങനെ നിങ്ങൾ ബോട്ട് ട്രേഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ സെക്യൂർ ചെയ്യാൻ പറ്റൂല, സക്സസ് ആകാൻ പറ്റൂല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ബിസിനസ് ആണ്. ഒരു ബിസിനസ് എപ്പോഴും മുഴുവൻ സ്റ്റാഫിന്റെ കയ്യിൽ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസ് വിജയിക്കൂല. നമ്മൾ ഓണേഴ്സ് നിൽക്കുന്നിടത്ത് ഓണേഴ്സ് നോക്കണം. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വെറുതെ നമുക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം അല്ല. ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആകുന്ന സമയം അതിൽ മേജർ ഒരു 5% റോള് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റൂ. അതിൽ വെറുതെ ഈ ടൂള് നിങ്ങൾക്ക് തന്നതിനെ കൊണ്ടല്ല കാര്യം. ഇതിലൊരു സിസ്റ്റം ബിൽഡാക്കി തരും. ഒരു ബ്ലൂ പ്രിന്റും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഒരു സിസ്റ്റം കൂടി ഇതിന്റെ കൂടെ തരും. എങ്ങനെ നിങ്ങൾ ആദ്യത്തെ 3 മാസം മാർക്കറ്റിൽ ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം, അടുത്ത 3 മാസം ഇത് ചെയ്യുന്ന രീതിയിലേക്ക് അലോക്കേഷൻ നമ്മൾ ഒന്നാക്കി തരും നിങ്ങൾക്ക്. അപ്പൊ അതനുസരിച്ച് മാത്രം വോട്ട് ചെയ്യണം. വെറുതെ ഇത് നിങ്ങൾ ചെയ്യാന്നുള്ള സിസ്റ്റം അല്ല.
ഓക്കെ, അത് ക്ലിയർ ആയാ? ക്ലിയർ ആയി. യെസ്. ഇപ്പം ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയം എപ്പോഴും സെലക്ട് ചെയ്യുക ഇതിലുള്ള ബ്രോക്കേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ മെല്ലനെ കാര്യങ്ങൾ ചെയ്യുക. ഇതില് ഗ്രോ ഒക്കെ ഇല്ലേ? ഗ്രോ ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഗ്രോ എല്ലാം നല്ലത്. അപ്സ്റ്റോക്സ് ഉണ്ടോ? അപ്സ്റ്റോക്സ് ഒക്കെ ഓക്കെ തന്നെയാണ്. അതൊക്കെ ഇന്ത്യൻ കാറ്റഗറിയിൽ വരുന്നതൊന്നും പ്രശ്നമില്ല. അപ്സ്റ്റോക്ക് ഗ്രോക്ക് പ്രശ്നമില്ല. ഇതില് ഫോറക്സ് മാർക്കറ്റ് ഒക്കെ ഉണ്ടോ ഫോറക്സ് ഇതിലാണോ? ഈ സോഫ്റ്റ്വെയറിൽ? സോഫ്റ്റ്വെയറിൽ ഫോറക്സ് ഉണ്ട്. ഇത് ഫയേഴ്സ് സോഫ്റ്റ്വെയർ ഇതാണ്, ഫോറക്സ് ആണ്. സോഫ്റ്റ്വെയർ ഇതിന്റെ ഫോറക്സ് ഉണ്ട്. ഇതൊക്കെ ഫോറിൻ കമ്പനീസിന്റെ ഫോറക്സ് ആണ്. ഇവിടുത്തെ ഫോറക്സ് ഒന്നുമല്ല. പക്ഷെ ഫോറിൻ കമ്പനീസ് ആണ് നല്ലത്. ഇപ്പൊ ബിനാൻസ് ഫോറക്സ് ആണ്. ഗോൾഡ് ഫോറക്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗോൾഡ് ചെയ്യാനായിരിക്കൂലേ? അതെ. ബിനാൻസ് ഉപയോഗിക്കുക ഗോൾഡ് ചെയ്യാനാണെങ്കിൽ. ബിനാൻസ് ആണ് ഇപ്പൊ ഇല്ലതിൽ നല്ലത്, ബിനാൻസ് ആണ് ഗോൾഡ് ചെയ്യാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ബിനാൻസ് തന്നെയാണ്. ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളൊരു ടൂളിന്റെ ഒരു മെത്തേഡ്. നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇതിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ, ടൂളിന്റെ ഒരു ആക്യുറസി എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. ട്രേഡിംഗ് വ്യൂ അതിന്റെ ചെറിയ ക്ലാരിറ്റി തരാം. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മളെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, നമുക്ക് അതിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ മിനിമം ആ ടൂളിന് 50% വിന്നിംഗ് ആക്യുറസി നിർബന്ധമാണ്. 50% വിന്നിംഗ് റേഷ്യോ ഇല്ലാതെ ട്രേഡിംഗ് വ്യൂ നമുക്ക് ഇതിലേക്ക് ആക്സസ് തരൂല. അതുകൂടാതെ ഞങ്ങൾ യൂസേഴ്സിന് ട്രേഡിംഗ് വ്യൂവിന്റെ പ്രീമിയത്തിന്റെ ആവശ്യമില്ല. എന്താ 50%? എന്താ പറഞ്ഞ? വിന്നിംഗ് റേഷ്യോ നിർബന്ധമാണ് ട്രേഡിംഗ് വ്യൂക്ക് ഈ ടൂള് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ. അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മളെ കമ്പനിന്റെ പേരാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഓറാനെക്സ് ഡാറ്റ നമ്മളെ കമ്പനിന്റെ പേരാണ്. അപ്പൊ ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഇത്രയും വലിയ കമ്പനി ഇത് ലോകത്തൊറ്റന്നേ ഉള്ളൂ. അതായത് ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് മന്ത്ലി 10,000 to 30,000, 30,000 ഇന്ത്യൻ രൂപ കൊടുക്കാൻ കപ്പാസിറ്റിയില്ല ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രീമിയം, അതായത് ജസ്റ്റ് ഒരു ടൂള്, ഒന്നിലധികം ടൂള് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന സമയത്ത് തന്നെ പ്രീമിയത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ആ കപ്പാസിറ്റിയാണ്, അതായത് ഇതിലുള്ളതാണ്. അപ്പൊ ഇതിലും ഇവർ ഇത്രയും ഡിമാൻഡ് ചെയ്യാനുള്ള കാരണം ഇത്രയും വലിയ വലിയ കമ്പനീസ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് മാത്രമേ ഉള്ളൂ. മറ്റേ MT5 പോലും ഇല്ല. MT5 എന്ന് പറയുന്നത് ബി ബുക്ക് ബ്രോക്കേഴ്സിന്റെ ഹബ്ബാണ്. ഇതെന്ന് പറയുന്നത് എ ബുക്ക് ബ്രോക്കേഴ്സിന്റെ ഹബ്ബാണ്. അപ്പൊ അതാണ് ഡിഫറെന്റ്. മറ്റേല് ഫ്രീ ആണ്, ഇതിൽ പെയ്ഡ് ആണ്, സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ യൂസേഴ്സിന് അങ്ങനെ സബ്സ്ക്രിപ്ഷന്റെ ആവശ്യം ഇല്ല. ഓൾറെഡി നമ്മൾ ഇവരായിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള കോൺട്രാക്ട് ആണ് ഉള്ളത്. ഇത് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുക, ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിന് ബാധിക്കുന്നതാണ്. ഒരു നെഗറ്റിവിറ്റി എന്തായാലും മാർക്കറ്റിൽ അവർ ഉണ്ടാക്കാൻ നോക്കൂല. ഇപ്പൊ ഞങ്ങൾ അതിന്റെ നെക്സ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാർക്കറ്റിൽ വരാനുള്ള ഇതിലാണ് ഉള്ളത്. അത് അതിന്റെ അഡ്വാൻസ് ലെവൽ സിസ്റ്റം ആണ്. ഇത് ഓൾറെഡി അതിന്റെ ഒരു പ്രോസസ്സിംഗിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇത് നമ്മൾ തന്നെ ടൂളാണ്. നമ്മളൊരു 1 വീക്ക് കൊണ്ട് അത് ലോഞ്ച് ആവും ഇതിലേക്ക്. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ട് 3 month ആയി ഇതിലേക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയല്ലോ, എങ്ങനെയാണ് എന്താണ്. നിങ്ങൾക്കുള്ള ഡൗട്ട്സുകൾ ചോദിക്കാട്ടാ. ഡൗട്ട്സുകൾ നമ്മൾ ക്ലാരിറ്റി വരുത്തുക എപ്പോഴും നല്ലതാണ്. ഒരു മിനിറ്റ്, എന്റെ കൂട്ടുകാരനുണ്ട്, അവൻ കൂടി ഇതിലൊന്ന് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ തിരക്കിലാണ്. ദയവായി കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക. ഹലോ, എടാ പറ.
അത് മറ്റേ ഒരാള് മീറ്റിംഗ് കിട്ടാനായിരുന്നു ഒരാൾക്ക്, പക്ഷെ അയാള് നാളെ തിരിക്കാന്ന് പറഞ്ഞു. എന്ത് അയാള് മറ്റേ പുറത്തേക്ക് എന്താ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയത്, അങ്ങനെ മറന്നുപോയി. അത് ശരി. അയാൾക്കാന്റെ റെക്കോർഡർ അയച്ചു കൊടുത്ത്, റെക്കോർഡ് സെക്ഷൻ അയച്ചു കൊടുത്ത്. അത് ഇന്ന് രാവിലെ തിരിക്കാൻ ഹലോ, പറഞ്ഞതാ. അവൻ ഇപ്പോഴും ഇല്ല, പുറത്താണ്. അത് നാളത്തേക്ക് ഇടാം. ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അതിന്റെ റെക്കോർഡ് സെക്ഷൻ ഉണ്ട്, ഇതിന്റെ സെക്ഷൻസ് ഉണ്ട്. റെക്കോർഡർ അയച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോ ഇതിന്റെ ഒരു ക്ലാരിറ്റി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പം ഇതിലിപ്പോ രണ്ടാൾ ഉള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലിപ്പോ ഏകദേശം നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇപ്പൊ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ ഈ സിസ്റ്റം ആണോ? അതെ അതെ, നിങ്ങളുടെ ടൂൾസ് ഇതിപ്പോ നമുക്ക് കേരളത്തിൽ 1000 എബോ ആൾക്കാരുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്റർനാഷണലി ആയിട്ട് ഒരു നമുക്കൊരു 3000 4000 എബോ ഉണ്ട്. രണ്ട് മാർക്കറ്റിലും ഡിഫറെന്റ് ആണ്, പ്രൈസിങ്ങും ഡിഫറെന്റ് ആണ്. രണ്ട് മാർക്കറ്റിലും പ്രൈസിങ്ങും ഡിഫറെന്റ് ആണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവിടെ മന്ത്ലി വരുന്നത് $250 ആണ്. അത് ട്രേഡിംഗ് വ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഓൾറെഡി ഇതിന്റെ ഫുൾ ആക്സസും കാര്യങ്ങളും ട്രേഡിംഗിന്റെ കയ്യിലാണ് ഉള്ളത്. ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടുത്തെ യൂസേഴ്സ്, അതായത് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവും, അതായത് ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് ടൂള് കിട്ടും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് റിയൽ പ്രൈസിങ്, നമ്മള് ഇവിടുത്തെ പ്രൈസിങ് 35,000 ആണെങ്കിലും ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 25,000 ലൈഫ് ടൈമിലേക്കാണ്. അതൊരു കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ലൈഫ് ടൈമിലേക്ക് കൊടുക്കാന്നുള്ളത്. പിന്നെ അത് ഇയർലി വരും പിന്നെയുള്ള യൂസേഴ്സിന്. ഇപ്പൊ എടുക്കുന്ന യൂസേഴ്സിന് ലൈഫ് ടൈമിലേക്ക് അതെന്താണ് നിങ്ങൾക്ക് ടൂള്, അതായത് ട്രേഡിംഗ് വ്യൂ ഉള്ളിടത്തോളം കാലം ഈ ടൂള് കിട്ടും. ട്രേഡിംഗ് വ്യൂ പറയുന്ന പ്ലാറ്റ്ഫോം വെച്ചാല് ഇതിന്റെ നമുക്ക് ഇതിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചതിലേക്ക് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒന്നും നമുക്കില്ല. നമുക്ക് ഓൾറെഡി ഇത് നിങ്ങൾ ആഡ് ആക്കുക, ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള സെക്ടർ മാത്രമാണ് ഞങ്ങൾക്ക് ഇതിലുള്ള ആക്സസ് ഉള്ളൂ. ആഡ് ആക്കലും ഞങ്ങളല്ല, അതും ട്രേഡിംഗ് വ്യൂ തന്നെയാണ് നിങ്ങൾ ആഡ് ആക്കുന്നത്. നിങ്ങളെ മൊബൈലിന്റെയും ഏതൊക്കെ ഡിവൈസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന്റെ IP യും നിങ്ങളൊരു ഇമെയിൽ ID പാസ്